കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആകാനായിട്ട് സഹായിച്ച ഒരു ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ ചെയ്യുന്ന എക്സസൈസ് പോലെയല്ല. ഫെർട്ടിലിറ്റി എക്സസൈസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു അമ്മയാകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫെർട്ടിലിറ്റി എക്സസൈസ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള ഫലോപ്പിയൻ ട്യൂബ്, ഓവറീസ്, നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗങ്ങൾ, നമ്മുടെ യൂട്രസ്, നമ്മുടെ സെർവിക്സ്, ഇതിനെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നെല്ലാം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ എന്ന് പറയുന്നത്. ഇതിനോടകം ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഒരുപാട് പേര് അങ്ങനെയുള്ള ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഫോളോ ചെയ്തിട്ട് സക്സസ് റിസൾട്ട് കിട്ടിയവരുണ്ട്. അപ്പോൾ ആ ഫെർട്ടിലിറ്റി എക്സസൈസുകളൊക്കെ പറ്റി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യാം. ദിജൂസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ ആ എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് മാലാസന വാക്കിനെ പറ്റിയിട്ടാണ്. മാലാസന എന്ന് പറയുന്ന ഒരു യോഗ പോസിനെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ കൈകൾ രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലുള്ളൊരു രീതിക്ക് യോഗ ചെയ്യുന്നതാണ് മാലാസന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗർലാൻഡ് പോസ് എന്ന് പറയുന്നത്. ഇവിടെ മാലാസന വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്ക് തന്നെ നിലത്തിരുന്നിട്ട് കാല് മുൻപോട്ടേക്ക് വെച്ച് നടക്കുക. ഇരിക്കുന്നത് ഇന്ത്യൻ ക്ലോസറ്റിലെ രീതിക്ക് തന്നെ ആയിരിക്കണം. ആ രീതിക്ക് തന്നെ ഇരുന്നിട്ട് കാല് നമ്മൾ ഫ്രണ്ടിലോട്ട് വെച്ച് നടക്കണം. ഇത് നിങ്ങളിൽ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുവെന്ന് ഒരുപാട് പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ മാലാസന പോസിനെ പറ്റിയിട്ടുള്ള ഒരു ഇമേജ് ഞാനിവിടെ കൊടുത്തേക്കാം. പക്ഷെ ഒരു വീഡിയോയും എനിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ചാനലിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് മാലാസന വാക്കെന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ മാലാസന പോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ ഈ ഒരു പോസിലിരിക്കുന്നത്, ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ഫീൽ ചെയ്യും, നമ്മുടെ ഹിപ്പ് ഓപ്പൺ ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ അരക്കെട്ട് ഒന്ന് വികസിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു പോസിൽ ഇരിക്കുന്നതുകൊണ്ട്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് ഹിപ്പ് ഓപ്പൺ ആവുന്നത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കുറേയും കൂടി എഫക്റ്റീവായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ അരക്കെട്ടോട് കൂടിയിട്ടുള്ള ഭാഗത്താണല്ലോ നമ്മളുടെ ബാക്കിയുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഒരുപാട് എഫക്റ്റീവായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഹെൽത്തി ആയിട്ട് തന്നെ അതുപോലെ തന്നെ നല്ല തിക്കണായിട്ടും എൻഡോമെട്രിയൽ ലൈനിങ് വളരുന്നതിനും സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും അതിൽ ബ്ലോക്കേജോ സ്കാറോ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് നമ്മുടെ ഫെർട്ടിലിറ്റി. ഓവറോൾ നമ്മളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഒരുപാട് വേദന വരാറുണ്ട്. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നുന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പീരിയഡ്സിൻ്റെ പെയിൻ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പീരിയഡ്സ് ആകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നേരെ മറിച്ച് പാഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ കാലകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർ ഇത് ആ സമയത്ത് ചെയ്യേണ്ട. പക്ഷേ അങ്ങനെ അല്ലാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു എക്സസൈസുകൾ പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നിന്നിട്ടാണെങ്കിലും ആ ദിവസങ്ങളിൽ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത പീരീഡ് വരുന്ന ദിവസം വരെ ചെയ്യുന്നത് നിങ്ങളുടെ പീരിയഡ്സ് പെയിനിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണിത്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്ഷൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു.
പ്രഗ്നൻ്റ് ആകാനായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോഴേക്കും പലരും ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, ചെയ്യണമല്ലോ എന്നാൽ ചെയ്യാം ബാ അങ്ങനെയുള്ള ഒരു രീതിക്ക് പോകുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു രീതിക്കല്ല ഈ ഒരു കാര്യത്തിന് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ഫിസിക്കൽ കോൺടാക്റ്റ് ആണെങ്കിലും അതൊരു നല്ലൊരു എന്താ പറയുക, നമുക്കൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഹാപ്പിനെസ് തരുന്ന ഒരു മോഡാണത്, അല്ലെങ്കിൽ ഒരു കാര്യമാണത്. അത് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ ഔട്ട്പുട്ടും കൊടുത്തിട്ട് അത്രമാത്രം സാറ്റിസ്ഫൈഡ് ആകാനായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതകളെ ഒരുപാട് വർദ്ധിപ്പിക്കും. ആ പെർഫോമൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഇത് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റാണ് കോൺസ്റ്റിപ്പേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പലർക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും വയറ്റിന് അങ്ങോട്ട് പോകാതെ വരിക. അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് പേർക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാകും, വയറിൽ ഗ്യാസ് വന്ന് തിങ്ങും. ആ ബ്ലോട്ടിംഗ് എന്ന് പറയുമ്പോഴേക്കും വയറിൽ ഇടയ്ക്കിടയ്ക്ക് വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും. ഈ ഒരു ബുദ്ധിമുട്ട് കൂടി വരുന്നത് പലർക്കും മറ്റുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺസ്റ്റിപ്പേഷൻ ഒന്ന് ക്യൂർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഗർലാൻഡ് പോസ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാലാസന വോക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ ഈ ഒരു പോസിൽ ഇരുന്നിട്ട് വാക്കിംഗ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫുൾ എനർജി കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വാക്കിംഗ് ചെയ്യുന്നത്. നോർമലി നമുക്ക് ആ ഒരു പോസിൽ ഇരുന്നിട്ട് വാക്കിംഗ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കില്ല. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് ഇട്ടിട്ട് വാക്കിംഗ് ചെയ്യുമ്പോഴേക്കും അത് നിങ്ങളുടെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റാണ് ബാക്ക് പെയിൻ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി കുമ്പിട്ടിരുന്ന് ജോലി ചെയ്താലും കുമ്പിട്ട് ജോലി ചെയ്തില്ലെങ്കിലും ഡെലിവറി കഴിഞ്ഞാലും സി സെക്ഷൻ കഴിഞ്ഞാലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഇതിനെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ ഈ ഒരു പോസിലിരിക്കുന്ന സമയത്ത് നടു നല്ലതുപോലെ നിവർത്തിയിരുന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പോസ് അങ്ങ് ചെയ്യുന്നത്. ഇത് ആ ഒരു ബാക്ക് സപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് പോകുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നു. അങ്ങനെ പലരുടെയും ആ ഒരു ബാക്ക് പെയിൻ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുന്നതിന് ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഗുണം കിട്ടുന്നത് നോർമൽ ഡെലിവറി നോക്കുന്നവർക്കാണ്. പ്രഗ്നൻ്റ് ആയിട്ട് ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിലൊക്കെ നമ്മൾ ആ ഒരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നോർമൽ ഡെലിവറി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്കും അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നിങ്ങൾക്ക് നോർമൽ ഡെലിവറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ എഫേർട്ട് എടുക്കാതെ സെർവിക്സ് ഒക്കെ നല്ലതുപോലെ ഒന്ന് വികസിച്ച് വന്നിട്ട് നോർമൽ ഡെലിവറി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പോസ് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ സാധിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഈ മാലാസന വാക്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നോർമലി നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ആ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുന്നത് കുറേയും കൂടി ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യരുത്. കാരണം നമ്മുടെ വയറ് ഓൾറെഡി ഹെവിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു എക്സസൈസ് കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറ് കൊളുത്തി പിടിക്കുന്നതിനും മറ്റുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ലോവർ അബ്ഡമന് നീര് വീണ പോലെ വേദന ഉണ്ടാകുന്നതിനും കാരണമാണോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാതെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഫുഡ് കഴിച്ചിട്ട് കുറച്ചധികം നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സാധാരണയായിട്ട് പീരീഡ്സിൻ്റെ ആ ഒരു ബ്ലീഡിങ് നിന്നിട്ട് ഓവുലേഷൻ വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്താൽ മതിയാകും. പക്ഷെ നിങ്ങളിപ്പോൾ പ്രഗ്നൻസി നോക്കുന്നവരല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്ലീഡിങ് നിന്നതിന് ശേഷം അടുത്തൊരു ബ്ലീഡിങ് വരുന്ന ദിവസം വരെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി നോക്കുന്നവരാണെങ്കിൽ ഓവുലേഷൻ ദിവസം വരെ നിങ്ങൾ ചെയ്താൽ മതിയായിരിക്കും. കാരണം കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരുപാട് പേർക്ക് പേടി ഉണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. കാലം നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ, അങ്ങനെ വരുമ്പോഴേക്കും മിസ്കാരേജ് ഉണ്ടാകുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ടാകും. നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബ്ലീഡിങ് വന്നാലും അതുകൊണ്ടാണ് എനിക്ക് ബ്ലീഡിങ് വന്നത് എന്നൊരു തിങ്കിങ് നിങ്ങളുടെ മനസ്സിൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ വരെ മാത്രം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.